ഞാൻ കഴിഞ്ഞ 14 ഈ പാർട്ടി കോൺഗ്രസ് ഉൾപ്പെടെ 14 പാർട്ടി കോൺഗ്രസ്സുകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. പങ്കെടുത്തു. ഇതിനോടുകൂടി 14 ആകും. 1972 CPM ഇവിടെ പാർട്ടി കോൺഗ്രസ് സംഘടിപ്പിച്ചത്. ആ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ഇപ്പോൾ 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ വെച്ചാണ്. ഈ മധുരയിൽ അതിൻ്റെ വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടന്നു വരുന്നത്. ഈ തമിഴ്നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആയിരക്കണക്കിന് പാർട്ടി സഖാക്കൾ, പാർട്ടി ബന്ധുക്കൾ, പാർട്ടി കുടുംബാംഗങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊടികളും തോരണങ്ങളും അതുപോലെ തന്നെ പാർട്ടിയുടെ സന്ദേശങ്ങളും ഭാവിയെക്കുറിച്ചിട്ടുള്ള സന്ദേശങ്ങളുമെല്ലാം ഈ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM പാർട്ടി ബന്ധുക്കളും കുടുംബാംഗങ്ങളും മാത്രമല്ല, ഈ തമിഴ്നാട്ടിലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും, ഇവിടെ ഭരണകക്ഷിയാണ് DMK, അവരൊക്കെ വലിയ തോതിൽ ഈ സമ്മേളനം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും. കാരണം ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം ഉയർന്നു വരണമെങ്കിൽ, ഇടതുപക്ഷം ശക്തിപ്പെട്ടു വരണമെങ്കിൽ CPM വളരണം, വിജയിക്കണം. ആ CPMൻ്റെ നയരൂപീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമ്മേളനം. അതുകൊണ്ട് ഇന്ത്യയുടെ ഭാവിയിൽ താല്പര്യമുള്ള മുഴുവൻ ജനങ്ങളും ഈ സമ്മേളനത്തെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത്. കഴിഞ്ഞ 23ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ വെച്ചാണ് നടന്നത്. ആ സമ്മേളനത്തിൻ്റെ സംഘാടക സമിതിയിൽ ഒരാളായിരുന്നു എന്ന് ഞാൻ കണക്കാക്കുന്നു. ഞങ്ങൾക്ക് ധാരാളം സഖാക്കളുണ്ട്. ആ 23ാം സമ്മേളനം കഴിഞ്ഞ് 24ലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ളൊരു ഏറ്റവും വലിയൊരു പ്രയാസം ആ സമ്മേളനം തിരഞ്ഞെടുത്ത സഖാവ് സീതാറാം യെച്ചൂരി ഇന്ന് നമ്മളോടൊപ്പമില്ല. അദ്ദേഹവുമായിട്ട് വളരെ ദീർഘകാലത്തെ ബന്ധമുള്ള ഒരാളായിരുന്നു. അതുപോലെ തന്നെ 23ാം പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുത്ത സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ, ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചു വന്നവരാണ്. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ വേർപാട് വലിയ തരത്തിൽ ഈ സമ്മേളനത്തിൽ തടം കെട്ടി നിൽക്കുന്ന ഒരു അനുഭവമാണ്, ദുഃഖകരമായ അനുഭവമാണ്. ഈ സഖാക്കൾ മാത്രമല്ല, ഇതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട നിരവധി സഖാക്കൾ ഈ കാലയളവിൽ നമ്മളിൽ നിന്നും വേറിട്ട് പോയിട്ടുണ്ട്. അറിയപ്പെടുന്ന സഖാക്കളും അറിയപ്പെടാത്തവരുമുണ്ട്. പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുള്ളവർ. അവരുടെ എല്ലാം കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ പാർട്ടി. അവരുടെ എല്ലാം ആഗ്രഹത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടു വരുന്നതാണ് ഈ സമ്മേളനം. ഈ സമ്മേളനം രാജ്യം നേരിടുന്ന അത്യന്തം ഗുരുതരമായ വർഗീയ ഫാസിസ്റ്റ് വിപത്തിനെതിരെ ഇന്ത്യൻ ജനങ്ങൾക്ക് പ്രചോദനം കൊടുക്കുന്ന ഒരു സ്രോതസ്സായിരിക്കും. കാരണം ഇന്ത്യ ഭരിക്കുന്ന BJP ആണ്. BJP നയിക്കുന്ന RSS ആണ്. RSS ഒരു വർഗീയ ഫാസിസ്റ്റ് സംഘടനയാണ്. എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് RSS അഴിഞ്ഞാടുകയാണ്. ഇപ്പോൾ കേരളത്തിലറിയാം, എമ്പുരാൻ സിനിമ കേരളത്തിലെ സിനിമാ ലോകത്തെ കലാരംഗത്ത്, അതുപോലെ തന്നെ കലാരംഗത്തൊക്കെ, സിനിമാ രംഗത്തൊക്കെ ഏറ്റവും ശ്രദ്ധേയരായിട്ടുള്ള, ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള കലാകാരന്മാരാണ് ശ്രീ മോഹൻലാലും ശ്രീ പൃഥ്വിരാജും. അവരെ പോലെയുള്ള കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഉള്ളതായി എനിക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ രണ്ടുപേരുമായിട്ടും അതുപോലെ മറ്റു പല സിനിമക്കാരുമായിട്ടും എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ ബന്ധമുള്ളതാണ്. ഇതുവരെ പ്രത്യേക രാഷ്ട്രീയ കാര്യങ്ങളൊന്നും അവർ തൽപരരായിരുന്നില്ല. കലയെ സ്നേഹിക്കുക, കലയെ വളർത്തുക, സിനിമയെ വളർത്തുക, ആസ്വാദകർക്ക് ആസ്വാദകരമായ സിനിമകൾ സൃഷ്ടിച്ചു കൊടുക്കുക, ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ള കലാകാരന്മാരാണ്. എമ്പുരാൻ സിനിമയ്ക്ക് നേരെ ആക്രമണം. RSSൻ്റെ ഓർഗനൈസർ അംഗീകാരം കിട്ടിയാലേ ഇവിടെ സിനിമ എഴുതാൻ പറ്റും, സിനിമ സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റൂ, സിനിമ അവതരിപ്പിക്കാൻ പറ്റൂ, പാട്ട് പാടാൻ പറ്റൂ, പ്രസംഗിക്കാൻ പറ്റുള്ളൂ, ചിന്തിക്കാൻ പാടുള്ളൂ എന്നാണോ? RSSൻ്റെ ഓർഗനൈസറുടെ ആക്രമണം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ്. ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയാണെങ്കിൽ നേരത്തെ
കലാകാരന്മാർക്ക് നേരെ, സാഹിത്യകാരന്മാർക്ക് നേരെ, ശാസ്ത്രചിന്തകന്മാർക്ക് നേരെ എത്രമാത്രം ആക്രമണം അഴിച്ചുവിട്ടു. കർണാടകത്തിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമായിട്ട് എത്രമാത്രം സാംസ്കാരിക നായകന്മാരെ കൊല ചെയ്തു RSS സംഘപരിവാർ. എഴുതിയതിൻ്റെ പേരിൽ, ചിന്തിച്ചതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ വംശീയ കലാപം ഈ ചരിത്രത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കുമോ? യാഥാർത്ഥ്യമാണത്. അതുകൊണ്ട് ചരിത്രത്തെ നിഷേധിക്കാനൊന്നും RSSന് സാധിക്കില്ല. പക്വതയില്ലാത്ത, സഹിഷ്ണുതയില്ലാത്ത, വെറുമൊരു ഫാസിസ്റ്റ് മനോഭാവം വെച്ച് പുലർത്തി പ്രവർത്തിക്കുന്ന RSSൻ്റെ ആപത്ത് വളരെ ഗുരുതരമായി വളർന്നു വരികയാണ്.